ശ്യാംരാജ്, സ്പാ ഉടമ പരാതി കൊടുത്തില്ല. സ്പെഷ്യൽ ബ്രാഞ്ചാണ് ഈ ക്രൂരത റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് പോലീസ് മുൻകൈയെടുത്ത കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്നാണ് പത്തനംതിട്ട SP മാധ്യമങ്ങളോട് പറഞ്ഞത്. പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നും SP വ്യക്തമാക്കിയിട്ടുണ്ട്. നഗരമധ്യത്തിൽ പട്ടാപ്പകൽ നടന്ന ഒരു ക്രൂരകൃത്യം വൈകിയാണ് അറിഞ്ഞത് എന്നത് തന്നെ പോലീസിന് സംഭവിച്ച വീഴ്ചയല്ലേ? ശ്രീ അനിൽകുമാർ, ഞാൻ ഇപ്പോൾ ഇന്ന് ആ അതിജീവിതയുടെയും ആ പോലീസിൻ്റെയും ഒക്കെ ഉടമയുടെയും ഒക്കെ പ്രതികരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പത്തനംതിട്ട SP ഇതിൻ്റെ പേര് ആനന്ദ് എന്തോ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മീശയും വെച്ചിട്ട് സിനിമകളിലൊക്കെ കാണുന്നത് പോലെ മുറി മലയാളം പറഞ്ഞാലൊന്നും അത് തന്നെ ആനന്ദ് തന്നെ മുറി മലയാളം പറഞ്ഞാലൊന്നും നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്ന ഓഫീസറായിട്ട് മാറില്ല. അതിന് പണിയെടുക്കണം. ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഉണ്ടാവുന്നു. ഇന്നിപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തറിയുന്നു. ആ മാധ്യമങ്ങളിലൂടെ പുറത്തറിഞ്ഞത് കൊണ്ട് മാത്രം അതിൽ കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് എന്തോ വലിയ മഹത്തായിട്ടുള്ള കാര്യം ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കാണ് വിശ്വസിക്കാൻ വേണ്ടി പറ്റുക? ആർക്കാണ് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുക? ഒന്ന് കേരളത്തിൽ പട്ടാപ്പകൽ അത്തരത്തിലുള്ളൊരു ക്രൈം നടക്കാതെ ഇരിക്കാൻ വേണ്ടിയല്ലേ SP നോക്കേണ്ടത്? അതിന് പകരം ഇതെല്ലാം ഇത്രമാത്രം വൈറലായി ജനങ്ങളുടെ നിന്ന് ഇത്ര അധികമുള്ള എതിർപ്പുണ്ടായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നിരുന്നിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയാൻ വേണ്ടിയിട്ട് ചില്ലറ തൊലിക്കെട്ടിയൊന്നും പോരാ. ഞാനതിനകത്ത് ആ അതിജീവിതയുടെ മാധ്യമങ്ങളോടുള്ള ആ പാവം പെൺകുട്ടിയുടെ ഒരു റെസ്പോൺസ് ഞാൻ കാണിക്കുന്നത്. അതിനകത്ത് ഈ പറയുന്ന ഗുണ്ടകൾ ആ സ്പായിൽ ചെന്നിട്ട് കയറിയിട്ട് കഴുത്തിൽ കത്തി വെച്ചിട്ട് അവന്മാർ പറഞ്ഞ ഡയലോഗ് എന്തറിയോ? ബാക്കിയുള്ളവർ കുറച്ച്, ഞങ്ങൾ മാത്രമൊന്നുമല്ല, ബാക്കിയുള്ള കുറച്ച് പേരും കൂടെ വാനിലിപ്പോൾ തിരിച്ചു വരും, ഞങ്ങൾക്ക് നിന്നെ പലതും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഞങ്ങൾ ഈ സ്പായിലുള്ള മുഴുവൻ ആളുകളെയും ഇവിടെ നിന്ന് ഇല്ലാതാക്കിയിട്ട് പോയാലും ഞങ്ങളെ തൊടാൻ ആരും വരില്ല. അതാണ് പോയിന്റ് എന്ന് പറഞ്ഞത്. അതായത് എന്തൊക്കെ ഈ നാട്ടിലെ ഗുണ്ടകൾ എന്തൊക്കെ ചെയ്തിട്ട് പോയാലും ഞങ്ങളെ തൊടാൻ ആരും വരില്ല. 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടി സാധിക്കും. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഗുണ്ടകൾക്ക്, ഇത്തരത്തിലുള്ള ബലാത്സംഗം ചെയ്യുന്നവന്മാർക്ക്, തല്ലുണ്ടാക്കുന്നവന്മാർക്ക്, ക്രമസമാധാനം ഒരു രീതിയിലും പാലിക്കാത്തവർക്കൊക്കെ ഒരു പേടിയില്ലെന്നേ, അവരെ തൊടാൻ ആരുമില്ല എന്നാണ് അവർ ആത്മാർത്ഥം കൊണ്ട് വിശ്വസിക്കുന്നത് തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ ഇത്രമാത്രം വികസിച്ചു, എല്ലാ രീതിയിലും വികസിച്ചു എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൽ പട്ടാപ്പകൽ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ടാണ്, പട്ടാപ്പകൽ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു, ഒരു സ്പായ്ക്കകത്ത് പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു. ഇന്നിപ്പോൾ വീണ്ടും വൈകുന്നേരങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് അത് കൊട്ടേഷനാണ് എന്ന് പറയപ്പെടുന്നു. ഗുണ്ടാപ്പിരിവ് കൊടുത്തത് മാത്രമല്ല, മറ്റേതോ സ്പാ ഓണർമാരുടെ കൊട്ടേഷനാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇവന്മാർ ഇത് മാത്രമല്ലല്ലോ ചെയ്തിട്ടുണ്ടാവുക, ഇതിനു മുമ്പേ കൊട്ടേഷൻ പലതും ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കൊട്ടേഷൻ ഗ്രൂപ്പുകളെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഈ പോലീസിന് പറ്റാത്തത് എന്താണ്? ഈ കൊട്ടേഷൻ ഗ്രൂപ്പുകളെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പറ്റാത്ത എന്താണ്? അപ്പോൾ ഇവരുടെ പണി വേറെ എന്തൊക്കെയാണ്? ഈ ഫേസ്ബുക്കിൽ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് PR തള്ളു നടത്തുന്നതിനപ്പുറത്തേക്ക് ക്രമസമാധാന പാലനം എന്താണെന്ന് പിണറായി വിജയൻ അറിയത്തുപോലുമില്ലാന്നേ. കേരളത്തിൽ കഴിഞ്ഞ കുറേ 8-10 വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ ക്രമസമാധാനപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. നോക്കൂ, സ്കൂളുകളിൽ എത്രയോ കേസുകൾ നമ്മൾ കാണുകയാണ്. സ്കൂളുകളിൽ കൊച്ചു കുട്ടികൾ ഇങ്ങനെ തമ്മിൽ തല്ലുന്നത്, അത് നമുക്ക് കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാവും. ഈ ചെറിയ കുട്ടികൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നു? എന്താണ് ഇവർ ഈ സ്കൂളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ മന്ത്രി ശിവൻകുട്ടി അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് കാണാം. അദ്ദേഹത്തിന് ഫേസ്ബുക്ക് ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് രാഷ്ട്രീയം പറയുകയും മറ്റുള്ളവരെ കളിയാക്കുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് സ്കൂളുകളിൽ ഈ കുട്ടികൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോലും ഇവർക്കൊന്നും പറ്റത്തില്ലേ? ഇവരുടെയൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ പണി എന്താണ്? വിദ്യാഭ്യാസ മന്ത്രിയുടെ പണി എന്താണ്? ക്രമസമാധാന പാലനം, സ്കൂളുകളിലായിക്കോട്ടെ മറ്റിടങ്ങളിലായിക്കോട്ടെ, ക്രമസമാധാന പാലനം പാലിക്കുന്നതിനും നിർവഹിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഇവരുടെയൊക്കെ ജോലി എന്താണ്? അതൊന്നും ചെയ്യാതെ വെറുതെ PR വർക്ക് ചെയ്യുക, വെറുതെ കുറേ തള്ളലുകൾ നടത്തുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഒരിക്കലും നമ്മുടെ പോലെ ഒരു നമ്മുടെ സംസ്ഥാനത്തിലുള്ള ഒരിടത്തും നടക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്ത, പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് നടന്നിരിക്കുന്നത്. പട്ടാപ്പകലൊക്കെ കഴുത്തിന് വന്നിട്ട് കത്തി വെച്ചിട്ട് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി നമ്മളിട്ട് എങ്ങനെ സാധിക്കുന്നുള്ളതിനപ്പുറത്തേക്ക് എങ്ങനെ ഇവർക്ക് ധൈര്യം കിട്ടുന്നു? ആ ധൈര്യത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ്. ഇത് കേരളത്തിൽ ഇന്നും ഇന്നലെ മാത്രം തുടങ്ങിയതല്ല.
കേരളത്തിൻ്റെ ക്രമസമാധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയത് മാത്രമൊന്നുമല്ല. ലഹരിക്കടത്ത് എത്രയാ കേരളത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പിലുള്ള എത്രയോ തല്ലുകേസുകൾ, എത്രയോ കൊലപാതകങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എത്രയോ ഇത്തരത്തിലുള്ള ബലാത്സംഗ കേസുകൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇത് എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത്? ക്രമസമാധാന പാലനത്തിന് നമ്മുടെ സംസ്ഥാനത്ത് ഇവർ എങ്ങോട്ടാണ് ഈ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന PR തള്ളുകൾക്ക് അപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഉടനെ വടക്കേ ഇന്ത്യയിലോട്ട് പോകുന്ന ആൾക്കാരാണല്ലോ ഇവർ. സർക്കാരിൻ്റെ ആളുകളുമൊക്കെ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ നിലവിലെ ക്രമസമാധാനം എന്ന് പറയുന്നത് എത്രയോ മികച്ച രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സർക്കാരിന്, അവിടുത്തെ ആഭ്യന്തരം കൈയാളുന്നവർക്ക്, അവിടുത്തെ പോലീസിന് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള നട്ടെല്ലുണ്ട്. അവിടുത്തെ സ്ത്രീകൾ ഹാപ്പിയാണ്. രാത്രി അവർക്ക് 12 മണിക്ക് ഒറ്റയ്ക്ക് കാര്യം ചോദിക്കട്ടെ, രാത്രി ഉത്തർപ്രദേശിലെ സ്ത്രീകൾ, അമ്മമാർ പറയുന്നു, ഞങ്ങൾ യോഗിക്ക് വോട്ട് ചെയ്യും. കാരണം രാത്രി 12 മണിക്കാണെങ്കിലും ഞങ്ങൾക്ക് പുറത്തു കൂടി സമാധാനത്തോടെ സുരക്ഷിതമായിട്ട് ഇറങ്ങി നടക്കാൻ വേണ്ടിയുള്ള സാഹചര്യം യോഗി മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഒരുക്കി തന്നു ഉത്തർപ്രദേശിലെ അമ്മമാർ, സ്ത്രീകൾ പറയുന്നു. കേരളത്തിൽ നമുക്കങ്ങനെ പറയാൻ വേണ്ടിയുള്ള ധൈര്യമുണ്ടോ? കേരളത്തിൽ കൊച്ചിയിലോ കോഴിക്കോടോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രദേശത്തായിക്കോട്ടെ, അവിടേക്ക് രാത്രി 12 മണിക്ക് ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടോ? അപ്പം ഇവർക്ക് ഭരിക്കാൻ അറിയില്ലാന്ന്, ക്രമസമാധാനം പാലിക്കാൻ അറിയാൻ വയ്യാന്ന്, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ അറിയാൻ വയ്യാന്ന്, സ്കൂളുകൾ നേരാവണ്ണം നടത്താൻ വേണ്ടിയിട്ട് അറിയാൻ വയ്യാന്ന്, സ്കൂളുകളിലെ ലഹരി ഉപയോഗം തടയാൻ വേണ്ടി ഇവരെ കൊണ്ട് അറിയാൻ വയ്യാന്ന്, ഇങ്ങനെ വെറുതെ നടക്കുന്ന ഒരു സർക്കാർ മാത്രമാണ്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം ഇങ്ങനെയൊന്നും ഈ സംസ്ഥാനത്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അനുവദിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറ്റത്തില്ല എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ.